എത്ര ചിന്തിച്ചിട്ടും കണ്ടെത്താൻ കഴിയാത്ത, അല്ലെങ്കിൽ ഇപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ് നമ്മുടെ മനസ്സ് എവിടെയാണെന്നുള്ളത്. എവിടെയെന്ന് പറയാൻ പറ്റുമോ? മനസ്സ് എവിടെയാ? ബ്രെയിനിലോ? ഹൃദയത്തിലോ? യെസ്. ആ മൈൻഡ് എന്ന മഹാവിസ്മയം, മനസ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് രണ്ടായിട്ട് തിരിക്കാറുണ്ട്. ഒന്ന് കോൺഷ്യസ് മൈൻഡ്, മറ്റൊന്ന് സബ് കോൺഷ്യസ് മൈൻഡ്. കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രസന്റ്ലി നമ്മൾ അറിയുന്ന, അല്ലെങ്കിൽ ഞാനിപ്പോൾ സംസാരിക്കുന്നതൊക്കെ നമ്മൾ കോൺഷ്യസ്ലി അറിയുന്ന കാര്യങ്ങളാണ്. എന്നാൽ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളറിയാതെ നമ്മുടെ ഉറക്കിൽ നമ്മുടെ ദഹനം, ശ്വസനം, കണ്ണിമ വെട്ടുന്നത്, ഇതൊക്കെ സബ് കോൺഷ്യസ്ലി നടക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ ഈ കോൺഷ്യസ് മൈൻഡിലെ നമ്മൾ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എന്ത് കൊടുക്കുന്നുവോ അതാണ് നമ്മൾ കോൺഷ്യസ്ലി ആയിത്തീരുന്നത്. അഫർമേഷൻസ് നിങ്ങൾ പലരും EFT അല്ലാത്തവർക്കൊക്കെ പരിചയമാണ്. അഫർമേഷൻസ് നമ്മൾ ഓരോ അഫർമേഷൻസ് ഒക്കെ സെറ്റ് ചെയ്യുന്നൊക്കെ പറയാറുണ്ട്. ആ എന്ത് അഫർമേഷൻ സെറ്റ് ചെയ്ത് ലുബ്ന മാം എപ്പോഴും പറയാറില്ല, എന്ത് അഫർമേഷൻ സെറ്റ് ചെയ്താലും എനിക്കത് നേടിയെടുക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് ആ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവറാണ്. സബ് കോൺഷ്യസ് മൈൻഡിന് ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ അതിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇമേജസും ഫീലിങ്സും ആണ്. ഓക്കെ. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ